തിരുവനന്തപുരത്ത് ഇ.ഡി. ഉദ്യോഗസ്ഥരെ തടയുകയും അവരുടെ വാഹനം തകർക്കാൻ ശ്രമിക്കുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് പുറത്ത് കെട്ടിയിരുന്ന ഊഞ്ഞാലാടിയതാണല്ലോ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാധ്യമങ്ങൾ കൊണ്ടാടുന്നത്. ശരിക്കും അത് എന്താണ് സംഭവിച്ചത്? ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വോയിസ് ഓവർ ഇട്ടിരുന്നു. ശരിക്കും ബിനു ഐ.പി. എന്ന പാളയം ലോക്കൽ സെക്രട്ടറി, CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറിക്ക് ആലപ്പുഴയുള്ള ഒരു സുഹൃത്ത് ഒരു നീല ഷർട്ട് ഓണസമ്മാനമായി നൽകുന്നു. അതിൻ്റെ ബില്ലൊക്കെ ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാം, മറ്റൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുകയും ചെയ്യാം. ആ നീല ഷർട്ട് ഇട്ടുകൊണ്ട് ബിനു ഐ.പി.യും അതുപോലെ തന്നെ മറ്റ് പ്രതിപട്ടികയിലുള്ള ആളുകളും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഒപ്പുവയ്ക്കാൻ പോവുകയാണ്. അവിടെ ഒപ്പുവയ്ക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? ഓരോ പ്രതിപട്ടികയിലുള്ള ഓരോ വ്യക്തിയിൽ നിന്നും പോലീസുകാർ ഡീറ്റെയിൽ മൊഴി എടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം എടുക്കും മൊഴിയെടുക്കാൻ. അപ്പോൾ ഈ സമയം മുഴുവൻ മറ്റുള്ള ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവർ സ്റ്റേഷന് പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റേഷന് പുറത്ത് നിൽക്കുന്ന സമയത്താണ് ചെണ്ട കാണുന്നത്. ബിനു ഐ.പി. ചെണ്ട വായിക്കാൻ അറിയാവുന്ന നേതാവാണ് എന്ന് മലയാളക്കരയാകെ അറിയാം. അദ്ദേഹം ക്ഷേത്രത്തിലൊക്കെ ചെണ്ട കൊട്ടാൻ പോയിട്ടുമുണ്ട്. സംഗീത കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ ചെണ്ട കൊട്ടി നോക്കി. അവിടെ കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേഷന് പുറത്താണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓർമ്മ വേണം. അത് കഴിഞ്ഞ് സ്റ്റേഷന് പുറത്തുള്ള മരത്തിൽ ഒരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി. ഊഞ്ഞാൽ ആടിയത് മഹാപാതകമാണോ അതോ അല്ലെങ്കിൽ അവിടെ ഓണാഘോഷത്തിന് ഒരു പ്രതിപട്ടികയിലുള്ള ഒരു വ്യക്തിക്ക് ഊഞ്ഞാൽ ആടിക്കൂടാ എന്ന എന്തെങ്കിലും കർശന നിയമവ്യവസ്ഥയുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ജാമ്യ വ്യവസ്ഥയിൽ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. ഇനി പോലീസുകാർ വിളിച്ചിട്ടാണ് ഓണാഘോഷം കൂടാനെന്ന നറേഷൻ, അത് മനഃപൂർവ്വം ചാർത്തിക്കൊടുത്തതാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. ഒരേപോലുള്ള ഷർട്ട് ഇട്ടത് പോലീസുകാർ വാങ്ങിക്കൊടുത്തതാണ് എന്ന നറേറ്റീവ്, അത് സംഘികൾ പോലും ഇങ്ങനെ പറയില്ല ബിനു ഐ.പി.യെക്കുറിച്ച്. അതായത് ബിനു ഐ.പി.യോട് വ്യക്തിവൈരാഗ്യമുള്ള ആളുകൾ പോലും ഇങ്ങനെ പറയില്ല. ഇത് ബിനു ഐ.പി.യെ ഒരു ഭയങ്കര അതിഭീകരനായ ഗുണ്ടയാക്കി മാറ്റുക, പോലീസുകാർ ബിനു ഐ.പി.ക്ക് ഒത്താശ ചെയ്യുന്ന വ്യക്തികളാണെന്ന് വരുത്തി തീർക്കുക, അതിനുവേണ്ടി മാത്രം പടച്ചുണ്ടാക്കിയ കള്ള വാർത്തയാണ് എന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ തരമില്ല. ഒരു തരത്തിലും ഒരു കാര്യം പോലും അന്വേഷിക്കാതെയുള്ള എഴുത്താണ് ഇത്. വലിയ വാർത്തയാക്കി ആത്മനിർവൃതി അടഞ്ഞ പല സ്നേഹിതന്മാരും ബിനു ഐ.പി.യുടെ തോളത്ത് കൈയിട്ട് കിടക്കുന്ന മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അറിയുമ്പോഴാണ് അതിനേക്കാൾ വലിയ ഖേദം തോന്നുന്നത്.